ബലിവസ്തുവും ബലി കഴിക്കുന്നവനും ബലിയെ സ്വീകരിക്കുന്നവനുമായ നമ്മുടെ കർത്താവ് തമ്പുരാൻ യെരുശലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഓർമ്മ പെരുന്നാളായി നാം ആചരിക്കുകയാണ്. ഒരു പൂർവ്വസംഭവത്തിൻ്റെ സ്മരണ എന്നതിനങ്ങേ പുറത്തേക്ക് ഇത് നമ്മുടെ ഈ കാലഘട്ടത്തിലെ നമ്മുടെ ആത്മീയ ജീവിതത്തെ ശോധന ചെയ്യേണ്ട ചിന്തകളാണ് നൽകുന്നത് എന്നാണ് എൻ്റെ വിചാരം. യഹൂദ എബ്രായ നിയമപ്രകാരമാണ് ഈ ദേവാലയ പ്രവേശനവും അതിനോടനുബന്ധിച്ചുള്ള ശുദ്ധീകരണ ബലിയും കഴിക്കുവാൻ യൗസേപ്പും മാതാവും യേശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയത്. ആ ദേവാലയത്തിൽ അവൻ്റെ വരവിനെ പ്രതീക്ഷിച്ചിരുന്ന ശമവോനും യെരുശലേമിൽ വിധവയായി പാർത്ത ഹന്ന പ്രവാചകയുമൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ധ്യാനത്തിൻ്റെ വിഷയങ്ങൾ തന്നെയാണ്. അതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. ദേവാലയത്തിലേക്കുള്ള പ്രവേശനമാണ് നമ്മുടെ പ്രധാന ചിന്ത. രണ്ട് തലങ്ങളിലാണ് അതിനെ നാം നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് ധ്യാനിക്കേണ്ടത്. നാമും ദേവാലയത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകേണ്ട നമ്മുടെ ഭാവവും മനോഭാവവുമൊക്കെ ഇത്തരുണത്തിൽ നാം ധ്യാനിക്കേണ്ടതാണ്. ദേവാലയം ഒരു കെട്ടിടം മാത്രമാണ്. കെട്ടിടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കെട്ടിയ ഇടം എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ ഭിത്തിയും ജനലുകളുമൊക്കെയാണോ പ്രധാനം, അതോ ഇടത്തിനാണോ പ്രധാനം? കെട്ടിയെടുത്ത ആ ഇടത്തിലേക്ക്, ആ അന്തരീക്ഷത്തിലേക്കുള്ള പ്രവേശനമാണ് ഏറ്റവും പ്രധാനം. യേശുതമ്പുരാൻ എന്തിനാണ് ഇത് നമുക്ക് കാണിച്ചു തന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ, സഭാജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ട യേശുതമ്പുരാൻ്റെ ജീവിതത്തിലെ രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്ന്, യേശുതമ്പുരാൻ്റെ ജീവിതത്തിലെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ അനുകരിക്കണം. രണ്ടാമത്, നമ്മെ പഠിപ്പിച്ച വചനങ്ങളെ അനുസരിക്കണം. അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ. അവൻ പള്ളിയിൽ പോയെങ്കിൽ നാമും പള്ളിയിൽ പോകണം. അവൻ വേദപുസ്തകം വായിച്ചെങ്കിൽ, അങ്ങനെയാണല്ലോ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അവൻ വായിച്ചതായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ വേദപുസ്തകം വായിച്ചെങ്കിൽ നാം വായിക്കണം. അവൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ നാം ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അവൻ കുമ്പിട്ട് പ്രാർത്ഥിച്ചെങ്കിൽ, അത് ഗത്സമന തോട്ടത്തിൽ കവിണ് വീണ് പ്രാർത്ഥിച്ചുവെങ്കിൽ നാമും കുമ്പിട്ട് പ്രാർത്ഥിക്കണം. ഇങ്ങനെ യേശുതമ്പുരാൻ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നതാണ് ക്രിസ്ത്യാനികൾ. അങ്ങനെയെങ്കിൽ ദേവാലയത്തിൽ പോകേണ്ടതും ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നാം കോവിഡിന് ശേഷം അല്പം അക്കാര്യത്തിൽ അലസത ബാധിക്കുകയും ചില നൂതന ചിന്തകൾ ഉയർത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് പള്ളിയിൽ പോകുന്നത്, ദൈവത്തെ എവിടെ ഇരുന്ന് വിളിച്ചാലും മതിയാവുകയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഞാൻ പറഞ്ഞതുപോലെ യേശുതമ്പുരാനെ അനുഗമിക്കുമ്പോൾ നാം യേശു ചെയ്തതൊക്കെ ചെയ്യുന്നുവെങ്കിൽ പള്ളിയിൽ പോകാതെ നിവൃത്തിയില്ല. യേശു യെരുശലേം ദേവാലയത്തിൽ പോയിട്ടുണ്ട്, ശാബതുകളിൽ സിനഗോഗുകളിൽ പോയിട്ടുണ്ട്. അതൊക്കെ ഈ ആരാധനയിലുള്ള യേശുതമ്പുരാൻ്റെ സംബന്ധം നമ്മെ പഠിപ്പിക്കുന്നതാണ്. തന്നെയുമല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് പള്ളിയിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, മറ്റെല്ലാത്തിനോട് ചേർന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, പള്ളിയിൽ മാത്രം ലഭ്യമാകുന്ന, ലോകത്തിൽ ഒരിടത്തും മറ്റ് ലഭ്യമാകാത്ത ഒന്ന് പള്ളിയിലുണ്ട്. അത് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാണ്. ലോകത്തിൽ മറ്റെങ്ങും ലഭിക്കുകയില്ല. അത് നാം അനുഭവിക്കണമെങ്കിൽ ദേവാലയത്തിൽ വരണം. അത് അനുഭവിക്കാതെ നിത്യജീവനില്ല. അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദേവാലയത്തിൽ വരണം. ദേവാലയത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനം അതൊരു ബിൽഡിങ്ങിലേക്ക്, ഒരു കെട്ടിടത്തിലേക്കുള്ള പ്രവേശനത്തിന് അങ്ങേപ്പുറത്തേക്ക് നിത്യജീവൻ്റെ അനുഭവം നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു ഇടത്തേക്കുള്ള പ്രവേശനമായി നാം ധ്യാനത്തോടു കൂടി കടന്നു വരേണ്ടതാണ്. ഇവിടെ അഹങ്കാരമില്ല, ബഹളങ്ങളില്ല, വലിയ കലഹങ്ങളില്ല. ഇതൊക്കെ നമ്മുടെ സഭാജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ അന്തരീക്ഷത്തിന് ചേരാത്ത മറ്റു പലതും ഇന്ന് പെരുന്നാളിനോടനുബന്ധിച്ചും മറ്റ് ചടങ്ങുകളോടനുബന്ധിച്ചും ദേവാലയത്തിനകത്തും ദേവാലയത്തിൻ്റെ പരിസരങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളത് സഭ തിരിച്ചറിയേണ്ട ഒന്നാണ്. ഈ ഇടം വിശുദ്ധമാണ്. ഈ ഇടത്തിലാണ് അവിടെ ശീമോൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട്
എൻ്റെ ഭാഗ്യത്തെക്കുറിച്ച്, ഈ കാഴ്ച കാണുവാനായിട്ടുള്ള ഭാഗ്യത്തെക്കുറിച്ച് ഇനി അടിയനെ സമാധാനത്താലെ പറഞ്ഞയക്കണമേ എന്നുള്ള പ്രാർത്ഥനയൊക്കെ നാം ധ്യാനിക്കേണ്ടതാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളുടെയൊക്കെ പൂർത്തീകരണമൊക്കെ സംഭവിക്കേണ്ട ഇടത്തിൻ്റെ പേരാണ് പള്ളി എന്ന് പറയുന്നത്. കർത്താവിനെ കൈകളിലും ഹൃദയത്തിലും ഉള്ളിലും ഏറ്റി നിൽക്കേണ്ട ഇടത്തിൻ്റെ പേരാണ് പള്ളി എന്ന് പറയുന്നത്. ആ ഒരു ധ്യാനത്തിലേക്ക് നമ്മുടെ സഭ മടങ്ങേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നാം പെരുന്നാളുകൾ എന്ന് പറഞ്ഞും ആഘോഷങ്ങളെന്നുമൊക്കെ പറഞ്ഞ് നടത്തുന്ന ചടങ്ങുകളെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇത് ആരാധനയുടെ ഇടമാണ്. ഇത് ദൈവം വസിക്കുന്ന ഇടമാണ്. നാം എന്തുകൊണ്ടാണ് നമ്മുടെ പാദരക്ഷകൾ പള്ളിക്ക് വെളിയിൽ ഉപേക്ഷിച്ചിട്ട് ഈ ഇടത്തിലേക്ക് കയറുന്നത്? അങ്ങനെയെങ്കിൽ അത് ആരാധനയുടെ സമയം മാത്രമല്ല, പിന്നെയോ ഈ ദേവാലയത്തിൻ്റെ പരിസരത്തേക്ക് നാം വരുമ്പോഴൊക്കെ ഈ ചിന്ത ഉണ്ടാകേണ്ടതല്ലേ? ഒന്നാമത്തെ ദേവാലയ പ്രവേശനത്തിൻ്റെ ചിന്ത അതാണ്. ഒരു ഉറവിടത്തിലേക്കുള്ളൊരു മടക്കയാത്രയുടെ കാലം അതിക്രമിച്ചിരിക്കുന്നു. ദേവാലയത്തെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനത്തിന്, നമ്മുടെ ചിന്തയ്ക്ക് വന്നു ചേർന്നിരിക്കുന്ന ഡൈവേർഷനെ കുറിച്ച് നാം തിരിച്ചറിഞ്ഞ് ഒരു മടക്കയാത്രയ്ക്ക് കാലമായിരിക്കുന്നു. രണ്ടാമത്തെ തലം, ലോകത്തിലെ ആദ്യത്തെ ദേവാലയം മനുഷ്യനാണ് എന്നുള്ളതാണ്. അതിനെ പിൻപറ്റിയാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരങ്ങളാകുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കല്ലേ. ആ ദേവാലയത്തിനകത്തേക്ക് ക്രിസ്തു വരണം. പക്ഷേ ആ ദേവാലയത്തിനകത്തേക്ക് ക്രിസ്തു വന്നാൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. യെരുശലേം ദേവാലയം ശുദ്ധീകരിക്കുവാനായി യേശു യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 2-3 വാക്കുകളുണ്ട്. അവൻ മറിച്ചിട്ടു, അവൻ പുറത്താക്കി, അവൻ അനുവദിച്ചില്ല. യേശുദമ്പുരാനിന്ന് എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിലേക്ക്, നമ്മിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ ഉള്ളിലുള്ള പലതും മറിച്ചിടും, പലതിനെയും പുറത്താക്കും, പലതും അനുവദിക്കുകയില്ല. അതുകൊണ്ട് തന്നെ യേശുദമ്പുരാനെ ഉള്ളിലല്ല നാം വെച്ചിരിക്കുന്നത്, നമുക്ക് വെളിയിൽ വെച്ച് പൂജിക്കുന്ന ഒന്നായി യേശു മാറിയിരിക്കുന്നു. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മന്ദിരമാണെങ്കിൽ, ഈ മന്ദിരത്തിനൊരു ത്രോണോസ് ഉണ്ടെങ്കിൽ, ആ ത്രോണോസ് എൻ്റെയും നിങ്ങളുടെയും ഹൃദയവും മനസ്സുമായി, ആ ഹൃദയത്തിലും മനസ്സിലും യേശുദമ്പുരാനെ പ്രതിഷ്ഠിക്കുന്നതിനെക്കുറിച്ച് വേണം ഈ ദേവാലയ പ്രവേശനത്തിൻ്റെ പെരുന്നാളിൽ നാം ധ്യാനിക്കുവാൻ. അതിനാൽ തന്നെ ഈ മന്ദിരം കൊണ്ട് എന്തും ചെയ്യാമെന്നുള്ളൊരു ധാരണ മാറേണ്ടിയിരിക്കുന്നു. ഇത് വിശുദ്ധമാണ്, ഇത് മൂറോൻ പൂശിയ ശരീരമാണ്, ഇത് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചതിൻ്റെ പങ്കാളിയായ ശരീരമാണ്. ഈ ശരീരം കൊണ്ട് എന്തും ചെയ്യാം, എന്തും കഴിക്കാം, എന്തും കുടിക്കാം, എന്തും കാണാം എന്നൊക്കെ നാം ചിന്തിക്കുന്നുവെങ്കിൽ കർത്താവ് നമുക്കുള്ളിലല്ല, നമുക്ക് വെളിയിലാണ് എന്നുള്ളത് തിരിച്ചറിയണം. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ദേവാലയ പ്രവേശനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന 2 കാര്യങ്ങളാണുള്ളത്. നാം ആരാധിക്കുന്ന നമ്മുടെ സഭയുടെ പള്ളികളിലേക്കുള്ള നമ്മുടെ പ്രവേശനം എങ്ങനെയായിരിക്കണമെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഇത് നമ്മെ നയിക്കണം. രണ്ടാമത്, ഞാനും നിങ്ങളുമാകുന്ന മന്ദിരത്തിലേക്ക് കർത്താവ് പ്രവേശിച്ച് അവിടെ കുടികൊണ്ട് നമ്മെ പ്രകാശിപ്പിക്കുകയും നാം ലോകത്തിൻ്റെ പ്രകാശമായി മാറുകയും ചെയ്യേണ്ടതിനെക്കുറിച്ചാണ് ഈ പെരുന്നാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമുക്ക് സംഗതിയാക്കട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, ഈ ദേവാലയത്തിൻ്റെ പെരുന്നാൾ യൂഹാനോൻ ശ്ലീഹായുടെ ഓർമ്മ നാം ആചരിക്കുകയാണ്. അതോടൊപ്പം പരിശുദ്ധ സഭയുടെ ഏറ്റവും വലിയ ഒരു മിഷണറിയായിരുന്ന പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ ഓർമ്മ കൂടെ ഇന്ന് നടത്തുകയാണ്. നമുക്കറിയാം, അദ്ദേഹം ശ്ലീബാദാസ സമൂഹത്തിൻ്റെ സ്ഥാപകനാണ്. കർത്താവിൻ്റെ സുവിശേഷം ജനഹൃദയങ്ങളിൽ പകർന്ന് അതിലാകൃഷ്ടരായി ജനങ്ങൾ കർത്താവിൽ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ സഭയിൽ ചേർന്നു അനേകായിരങ്ങൾ. നിർഭാഗ്യവശാൽ ചേർന്നവരെ കൂടുതൽ ചേർത്ത് നിർത്തുവാൻ അധികം നമുക്ക് കഴിയാതെ പോയി എന്നുള്ളതും ഈ തരുണത്തിൽ നാം സ്മരിക്കേണ്ടതാണ്. ആ പിതാവിനെ ഓർത്ത് ഇപ്പോൾ ധൂപപ്രാർത്ഥന